വീട് നല്ല വൃത്തിയായി. അത് കഴിഞ്ഞപ്പം ഞാൻ വണ്ടി ബുക്ക് ചെയ്യാൻ ആലോചിക്കാൻ തുടങ്ങി. മുറ്റം ഇൻ്റർലോക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതിന് പൈസ തികഞ്ഞില്ല. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവസാനം ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കാത്ത അത്രയും നല്ലൊരു വണ്ടി, അതും ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഗ്രേ കളറാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാതാവിൻ്റെ തീരുമാനമായിരുന്നല്ലോ. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവാണ് എന്നെ കൊണ്ട് ഈ വണ്ടി ഈ കളറിൽ ബുക്ക് ചെയ്യിച്ചതെങ്കിൽ എനിക്ക് മുറ്റം ചെയ്യാനുള്ള പൈസ കൂടി, ഇൻ്റർലോക്ക് ചെയ്യാനുള്ള പൈസ കൂടി മാതാവ് തന്നെ തരണം. അത് വേറെ ഏതെങ്കിലും തരത്തിൽ തരണ്ട, വണ്ടിയുടെ ഷോറൂമിൽ തന്നെ എനിക്ക് പൈസ കുറച്ച് കിട്ടണമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുതിയൊരു വാർത്ത വന്നു, GST കുറയാൻ പോവാണ്, വണ്ടികൾക്ക് വില കുറയുന്നുണ്ട് എന്നൊരു വാർത്ത വന്നു. ഓണത്തിൻ്റെ റിഡക്ഷനും വന്നു. അങ്ങനെ ഏകദേശം 1 ലക്ഷം രൂപയോളം തന്നെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയിൽ കുറവ് വരികയും എനിക്ക് മുറ്റം ഇൻ്റർലോക്ക് ചെയ്യാനുള്ള പൈസ കൂടി അതിൽ നിന്ന് മാതാവ് അകത്തിരിക്കുകയും ചെയ്തു. അതിൻ്റെ പേപ്പറുകളെല്ലാം കുറച്ച് ഡിലേ ആയിട്ടാണ് അത്രയും നീണ്ടു പോയ അവസാനം ഈ ഒരു സമയത്ത് തന്നെ മാതാവിനെ കൊണ്ട് കറക്റ്റായിട്ട് എടുപ്പിച്ചത്. അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കണ്ണിന് സീരിയസ് ആയിട്ടുള്ള അസുഖം എനിക്കുണ്ടായിരുന്നു. അത് മുമ്പ് 2019 ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ഈശോ മാറ്റുന്നതായിരുന്നു. പിന്നീട് കഴിഞ്ഞ മാസം പിന്നെയും അസുഖം ചെറുതായി വരാൻ തുടങ്ങി. 2-3 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു. പിന്നെ എനിക്ക് മതിയായി. അപ്പം ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ തലേ ദിവസം കണ്ണിന് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നി. എന്തായാലും ഡോക്ടർ പറയും ഇത് പിന്നെയും കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നു മനസ്സിലായപ്പം തൈലം തൊട്ട് കണ്ണിൽ പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, നാളെ ഡോക്ടർ എന്നോട് പറയണം ഇനി മരുന്നൊന്നും കണ്ടിന്യൂ ചെയ്യേണ്ട, ഇത് മാറി എന്ന് പറയണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആശുപത്രി പോയി കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, മാറി, ഇനി പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. അതുപോലെ മോൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ മോൾ പറയും. എൻ്റെ പേര് കൃഷ്ണ ഗൗതമി. ഞാൻ ഇതേപോലെ ഡിസംബർ 21 തീയതി 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ത് കോഴ്സ് എടുക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ധാരണ ഇല്ലാതെയാണ് ഞാൻ എഞ്ചിനീയറിംഗിൻ്റെ JEE റിപ്പീറ്റിങ്ങിന് ചേർന്നത്. അപ്പം JEE അതൊരു പകുതി ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അതായത് ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കാരണം കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൻ്റെ എക്സ്ട്രീം ആങ്സൈറ്റി, അതേപോലെ കുറേ ബുദ്ധിമുട്ടുണ്ടായി, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നു. പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാനുള്ള കഴിവ് പോയോ എന്നവരെ ഞാൻ ചിന്തിച്ചു അതിലേക്ക്. അപ്പം അമ്മേനെ കൂട്ടി കുറേ കൗൺസിലിങ്ങിനൊക്കെ പോയി. പക്ഷേ വ്യക്തമായിട്ട് പിന്നെ ഇനി എന്തെടുക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത് ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. അപ്പം വേറെ ഏതൊരു കോഴ്സ് എടുക്കുന്ന സമയത്തും ഇതും ഞാൻ ഡ്രോപ്പ് ചെയ്യുമെന്നുള്ളൊരു ഒറ്റ കോൺസ്റ്റന്റ് നെഗറ്റീവ് തോട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോഴ്സിനെ പറ്റി നോക്കിയെങ്കിലും എല്ലാത്തിൻ്റെയും എന്തെങ്കിലും നെഗറ്റീവ് ഞാൻ കണ്ടുപിടിച്ച് അത് അവോയ്ഡ് ആക്കി. ആ ടൈമിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് ഒരു ചാപ്പലെങ്കിലും ഉള്ള അല്ലെങ്കിൽ ഒരു പള്ളി വല്ല ഉള്ളത് ഒരു കോളേജ് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതേപോലെ